വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് എന്റെ ചാനൽ ഇതുവരെ കണ്ടതുപോലൊരു വീഡിയോ അല്ല. നമ്മൾ യൂട്യൂബിൽ നമ്മുടെ അർജുൻ ബ്രോയുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അവരെയൊക്കെ നല്ലപോലെ അറിയായിരിക്കും. എനിക്ക് ഇത്രയും വലിയ ഒരു ട്രോളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പണി വരുന്നുണ്ടവറാച്ച. നമ്മുടെ കൂടെ എന്റെ നാട്ടുകാരാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പിന്നെ ടിക്ടോക്കിലും ആക്റ്റീവായിട്ട് ട്രോളുകളൊക്കെ ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിരിയൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീട ഇങ്കും ഇങ്കും. ഓക്കെ, അപ്പൊ ചിരിയൻസ് പേര് അച്ചുവും വിച്ചും. അവരുടെ റിയൽ നെയിം ാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പൊ വലുതായിട്ട് വരുന്നില്ല. അന്നത്തെ അർജുൻ ബ്രോയുടെ ആ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ അങ്ങനെ കണ്ടില്ല. മാത്രമല്ല ടിക്ടോക്കിലും ഇപ്പോഴും ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെയും ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. ഒരു ക്ലോസപ്പിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, യൂട്യൂബിൽ അർജുൻ ബ്രോയുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യുക. ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ ശോകമായിരുന്നു, എങ്ങനെയായിരുന്നു? ആരും തള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു സമയത്ത് എല്ലാരും കൂടെ ഇങ്ങനെ തള്ളി പറഞ്ഞപ്പോ ചെറിയൊരു വിഷമവും കൂടെ ഉണ്ടായി. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു നെഗറ്റീവ് ഒരാൾ എടുത്ത് കാണിച്ചപ്പോ എല്ലാരും കൂടെ അതങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അതാണ് അവിടെ നടന്നത്. ഇപ്പൊ ഞാനും ഒരു ടിക്ടോക്ക് അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. ട്രോളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് വേറൊരു കാര്യം, അതിനൊരു ഭാഗ്യം വേണം. അപ്പൊ അതിന് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഫോളോവേഴ്സ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ? 1 ലക്ഷമൊക്കെ കഴിഞ്ഞു? 1 ലക്ഷം ആയില്ല. ഇന്ന് രാവിലെ ആയപ്പോ 200 കഴിഞ്ഞു. 200 ആയി. അവന് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. 1 ലക്ഷമൊക്കെ കഴിഞ്ഞു? 1 ലക്ഷം ആയില്ല. ഇനി 200 ആയി. അവന് ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. കമ്പനി ഇട്ടാലും നമുക്ക് വേറെ ഒന്നുമില്ല. ഈ കോളനി അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായം? പക്ഷെ നമ്മള് കോളനി കണ്ടിട്ട് തോന്നുന്നില്ല. കോളനി എന്ന് വിളിച്ചാലും നമുക്കൊന്നുമില്ല. വീഡിയോ ചെയ്തോണ്ട് തന്നെ ഇരിക്കും. എടാ പോടാ, ഞാൻ പോവൂല. നിർത്തി പോടാ. വെച്ച് നിർത്താൻ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇതൊന്നും കണ്ട് തളരരുത് എന്നൊക്കെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഒരു രീതി തന്നെ എടുത്തിട്ടുള്ളത്. ഇനിയൊരു ട്രോൾ വന്നാലും, ഇനി ഒരു 10 ട്രോൾ വന്നാലും വീഡിയോ ചെയ്യും. കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മനഃപൂർവ്വം ചെയ്യുന്നില്ല, അത് പറ്റിപ്പോകുന്നതാണ്. ഇപ്പൊ ഈ ചിരി ആയാലും പുള്ളിയുടെ ആ ഒരു ഫേസിന്റെ ആ ഒരു പ്രസൻസ് അങ്ങനെയാണ്. അങ്ങനെയാണ്, അതങ്ങനെയാണ്. അത് ചിരിച്ചില്ലെങ്കിലും അതൊരു ചിരിയാണ്. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? അതാണ് ചിരിയൻ. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ല. ചിരി കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ചിരിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ കമ്പൻ എന്നോ ചേട്ടാ പൊളിയാണ്, മറ്റാണ്, മറിച്ചാണ് എല്ലാം പറയും. അപ്പൊ പിന്നെ വിച്ചുവിന് ഇപ്പോഴും ട്രോള് കിട്ടാൻ ഇനിയും ചെയ്യണം. ഇനിയും ട്രോള് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും ട്രോള് വരണം എങ്കിലേ നമുക്കൊരു എന്റെ പൊന്നെ ദൈവത്തിനോർത്ത് നിങ്ങളെ പോലെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഫുക്രുവിന്റെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ ഒരു പിന്നെ ഇനോഗ്രേഷൻ എന്തോ വന്നപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്ത് ദുൽഖർ വരുന്നതിനേക്കാളും ആളുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത. ഇനിയും പൊക്കിയ എന്റെ തലയിൽ കറങ്ങുന്ന ഫാനിൽ പോയി പറഞ്ഞിപ്പം താഴോട്ടിട്ട്. അതുപോലെ തന്നെ നമ്മള് മൂന്നുപേരും ഒരേ ത്രാസി തൂങ്ങണവരാണ് ഇപ്പൊ. എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആർക്കരുത്. അച്ചുവിന്റെയും വിച്ചുവിന്റെയും വിശേഷങ്ങൾ കണ്ടപ്പോ ഇതിലും നെഗറ്റീവ് കമന്റ്സുകൾ വരായിരിക്കില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നീ മന്ദബുദ്ധിയാണെങ്കിൽ നിനക്ക് വിവരം. എന്നാരും തെറി വിളിക്കരുത്. അവരെ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ആരും തെറി വിളിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു കയ്യബദ്ധം
നാറ്റിക്കരുത്. അവൻ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കണം എന്നെ കൊണ്ട് പറ്റൂല. അവന്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊക്കെ അത് ഒരു കഴിവാണ്. നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. പുതിയ അറിവാണല്ലോ, നമ്മുടെ കാർന്നമാരൊന്നും പറഞ്ഞു തരില്ല. അത് മാരേമുട്ടത്തുള്ള നമ്മളെ നമ്മുടെ നാടാണ് മാരേമുട്ടം. വെറുതെ അല്ല, അത് നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെയുള്ളൂ. ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര, ജാവയിൽ മാത്രം കണ്ട ഒരു പ്രത്യേകം പായലാണോ ചോദിച്ചത്? എനിക്കും അത് തോന്നി. നമുക്ക് എന്തായാലും നമ്മൾ ടിക്ടോക്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തില്ല. പക്ഷെ നമ്മൾ 3 ചെയ്തില്ല. നമ്മൾ എന്തായാലും 3 ടിക്ടോക്ക് വീഡിയോ കൂടെ വരുന്നുണ്ട്. എനിക്ക് ഇത്രയും വലിയ ഒരു ട്രോളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അതൊക്കെ ഹലോ എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യാവാ, ഈ ബെൽ ബട്ടണും കൂടെ ഒരു അമർത്തിയിട്ട് പോയത്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും.